ഹലോ ചെമ്പനീർപ്പൂവിൻ്റെ അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി അഭിനയിച്ച് തകർക്കുവാണല്ലോ. അച്ഛൻ മരിച്ചു, അങ്ങനെ ബോധക്കേട് വരുന്നു, ഭയങ്കര നിലവിളി കരച്ചിൽ. പിന്നെ അതിനിടയിലാണെങ്കിൽ ഇളയച്ചനാണെങ്കിൽ അതിനെക്കാട്ടി അഭിനയവും ഒക്കെ കഴിഞ്ഞ് ഒരു പരുവത്തിന് അവിടുന്ന് അങ്ങ് രക്ഷപ്പെടുവാണ് കേട്ടോ. ലാസ്റ്റ് പിടിക്കപ്പെടുമെന്നൊക്കെയുള്ള ഒരു മട്ടിലായിരുന്നു. പക്ഷേ എങ്കിലും വീരാൻ അവിടുന്ന് വളരെ നന്നായി അഭിനയിച്ച് തന്നെ അവിടുന്ന് ഊരിപ്പോകുന്നു കേട്ടോ. അപ്പോൾ സച്ചിക്കും രേവതിക്കും എന്നിട്ട് ഒരു സംശയമുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പോൾ അച്ഛൻ മരിച്ചതല്ലേ, അങ്ങനെ ശ്രുതി കയറി അങ്ങ് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് ശ്രുതിക്ക് അതിനെക്കാട്ടി ഭയങ്കര വിഷമം. അച്ഛനെ ഇതുവരെ ഒന്നും നേരിട്ട് കാണാൻ പറ്റിയില്ലല്ലോ, അതിനിടയിൽ ജയിലുമായി അവിടെ കിടന്ന് മരിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളിയും സങ്കടമൊക്കെയാണ്. അപ്പോൾ ശ്രുതി എടുത്ത് വന്നിട്ട്, അപ്പോൾ ശ്രുതിയും അതുപോലെ തന്നെ ഭയങ്കര സങ്കടം, എൻ്റെ അച്ഛനെ എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ ശ്രുതിയുടെ മടിയിലൊക്കെ കിടന്ന് ഭയങ്കര സങ്കടമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു സമയത്ത് തന്നെ മറ്റൊരു കാര്യം കാണിക്കുന്നു. ബീരാനും അതുപോലെ മീരയും ശ്രുതിയായിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും സംസാരിക്കുന്നത് വെച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം, തകർത്തു പൊളിച്ചു, നല്ല രീതിയിൽ എൻ്റെ അഭിനയം ഞാനൊട്ടും മോശമല്ല, അഭിനയത്തിലൊക്കെ മിടുക്കനാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ മീര ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ നിനക്ക് ഇത്രയും കള്ളത്തരങ്ങൾ പറയാൻ കഴിയുന്നത്, ഇങ്ങനെയും കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിച്ചിരിക്കാൻ പറ്റുമോ, ഇനി എന്തെങ്കിലും ഇത് പിടിക്കപ്പെടുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്ന ഈ ഒരു സംസാരത്തിനിടയിൽ, അപ്പോൾ ഞാൻ വരുമെന്ന് ഒട്ടും നിങ്ങൾ പ്രതീക്ഷിച്ചില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതി. അപ്പോൾ അഭിനയമായിരുന്നു കേട്ടോ, നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടില്ല, എന്തുമാത്രം കള്ളത്തരങ്ങളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളെയൊക്കെ പറ്റിച്ചത് പോട്ടെ, ഈ പാവം അമ്മ എന്തിനാണ് പറ്റിച്ചതെന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ ദേഷിക്കുന്നു. ശ്രുതി പെട്ടെന്ന് രേവതി അവിടുന്ന് ഇനിയിപ്പം ഞാൻ ഈ സത്യങ്ങളെല്ലാം വിളിച്ചു പറയും എന്ന് പറഞ്ഞ് കഥ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതി വന്ന് കഥ അടയ്ക്കുകയും അവിടുന്ന് ഒരു കത്തിയെടുത്ത് രേവതിയുടെ കഴുത്തിന് പിടിച്ചിട്ട്, നിന്നെ ഇനി എന്തെങ്കിലും സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും രേവതി ആരാമോള്, രേവതിയാണെങ്കിൽ ആ കത്തി തിരിച്ച് മേടിച്ച് ശ്രുതിയുടെ കഴുത്തിന് മേലെ വെച്ചിട്ട് കാര്യങ്ങൾ ഓരോന്ന് സംസാരിക്കുന്നു. ഇത് കേട്ടിട്ട് പെട്ടെന്ന് എന്നെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് ശ്രുതി നിലവിളിച്ചുകൊണ്ട് ചാടി എണീക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ശ്രുതിയുടെ ഒരു സ്വപ്നമായിരുന്നു അത്. കാരണം ശ്രുതിയുടെ മനസ്സിൽ ഈ ഒരു പേടിയുണ്ട്, സച്ചിയും രേവതിയും ഉറപ്പായിട്ടും സത്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുമോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യം മൊത്തത്തിൽ പോക്കാണ്. അപ്പോൾ ആ ഒരു ഭീതി മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ശ്രുതി സ്വപ്നം കണ്ടാണ് ചാടി എണീറ്റ്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഓരോ കാര്യത്തിലും സച്ചിക്കും രേവതിക്കും ഇത്തിരി സംശയമുണ്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ രേവതി പറയുന്നു, അങ്ങനെ പറയാതെ സച്ചി ചേട്ടാ, എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഞാൻ എന്തുമാത്രം വിഷമിച്ചു, അതുപോലെ അവൾക്കും അത്രയും വിഷമം ഉണ്ടായിരിക്കും എന്ത് പറയുന്നെങ്കിലും രേവതിക്കും ഇത്തിരി സംശയമൊക്കെ ഉണ്ട്. അങ്ങനെ പിറ്റേന്ന് ഇതുപോലെ ഇനിയിപ്പോൾ ബലികർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല, ആത്മാവിന് മോക്ഷം കിട്ടണമെന്ന്, ബോഡി പോലും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ഭാമയെടുത്ത് പോകുന്നു, ഒരുപാട് സങ്കടങ്ങളൊക്കെ പറയുന്നു. രേവതി മോളുടെ അച്ഛൻ മരിച്ചു, ഇനിയിപ്പോൾ അപ്പോൾ സ്വത്തുക്കളുടെ കാര്യം ചോദിക്കും, അതൊക്കെ ഇനിയിപ്പോൾ ഒരു മോളല്ലേ ഉള്ളൂ, അപ്പോൾ കേസിനൊക്കെ ഒടുവിൽ ഒത്തീർപ്പായിട്ട് അവൾക്ക് തന്നെ കിട്ടുമായിരിക്കും എന്നൊക്കെ ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ഭാമയെടുത്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. ചന്ദ്രമതിക്കാണെങ്കിൽ ആ സ്വത്തിൻ്റെ കാര്യത്തിലാണ് അതിലും കൂടുതൽ ചിന്ത. അങ്ങനെയൊക്കെ ഇരിക്കെ ഇനിയിപ്പോൾ ബലികർമ്മങ്ങളൊന്നും നടത്തിയിട്ടില്ലല്ലോ, അപ്പോൾ അത് ചെയ്യണമെന്ന് പറഞ്ഞ് ചന്ദ്രമതി ഒരു പൂജാരിയെ വിളിച്ച് വരുത്തുന്നു. അദ്ദേഹം വന്നപ്പോൾ 3 ദിവസത്തെ ബലിതർപ്പണമാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് മൊത്തത്തിൽ ശ്രുതിയുടെ കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ രേവതി സച്ചി എടുത്ത് പറയുന്നുണ്ട്, സച്ചിയേട്ടാ പറയാന്ന്. അപ്പോൾ രേവതിയാണ് സച്ചിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പോൾ 3 ദിവസത്തെ ബലിയെക്കാട്ടി നല്ലത് 41 ദിവസം ബലിയിടുന്നതാണ് നല്ലത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, ഇപ്പോൾ ആത്മാവിന് മോക്ഷം കിട്ടുന്നത് ഏറ്റവും നല്ലത് 41 ദിവസം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ മൂക്കും കുത്തി അവിടെ കിടന്ന് ഉറങ്ങിയപ്പോഴാണ് ചന്ദ്രമതി വിളിച്ചിട്ട് ബലിയിടാനായിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ 41 ദിവസം പറയുമ്പോൾ ശ്രുതിക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സച്ചിയും രേവതിയും കൂടെ ചേർന്ന് ഈ ഒരു പരിപാടി ഒപ്പിക്കുന്നത്. അങ്ങനെ ശ്രുതി ആകെ പെട്ടുപോവുകയാണ്. അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് പറയുന്ന പോലെ ശ്രുതി കുഴിച്ച കുഴിയിൽ ശ്രുതി തന്നെ വീഴുകയാണ്. അങ്ങനെ ഓരോരോ ശിക്ഷകളും പണികളും ഒക്കെ കിട്ടുന്നുണ്ട്. ലാസ്റ്റ് ശ്രുതിയുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കുന്ന രംഗങ്ങളും ഒക്കെ നമുക്കിനി വരുന്ന എപ്പിസോഡിൽ പ്രൊമോയിൽ കാണാവുന്നതാണ്. അങ്ങനെ അതിനെല്ലാത്തിനും പണി സച്ചിയും രേവതി, ഉറപ്പായിട്ടും സച്ചി അതെല്ലാം കണ്ടുപിടിക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശ്രുതിക്ക് അങ്ങനെ 8ൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ചയിൽ ഇനിയിപ്പോൾ വരുന്ന പ്രൊമോയിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉറപ്പായിട്ടും നല്ല രസകരമായ രംഗങ്ങളൊക്കെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ചെമ്പനീർപ്പൂവ് മിസ് ചെയ്യരുത്, കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.